10 ദിനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ശേഷമുള്ള അയ്യാമുത്ത് തശ്രീഖിൻ്റെ 3 ദിവസങ്ങൾക്ക് അതിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ 13 ദിവസങ്ങൾക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക പദ്ധതിയും പ്ലാനും സമീപനവുമൊക്കെ ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ സ്നേഹവും അടിമകളോടുണ്ട് എന്നതിൻ്റെ തെളിവാണ് എല്ലാ ഇടവേളകളിലും സ്വർഗത്തിലെത്താനുള്ള പുണ്യങ്ങൾ നേടാനുള്ള ഓഫർ സീസണുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നു എന്നത്. വസ്ത്രമോ അല്ലെങ്കിൽ മറ്റ് എന്തിപ്പോൾ നോട്ട്ബുക്ക്, പഠനോപകരണങ്ങൾ, ഇതിലൊക്കെ ഒരു ഓഫർ കിട്ടിയാൽ ആ ഓഫറുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകും. 2 റുപ്യ കുറവുള്ള സ്ഥലം നോക്കി നമ്മൾ നടക്കും. നമുക്ക് കൂടുതൽ ലാഭവും കൂടുതൽ പണവും കിട്ടുന്ന സ്ഥലം നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോയി വിൽക്കും. ഇത് മനുഷ്യന്റെ ഒരു അടിസ്ഥാന പ്രകൃതമാണ്. അങ്ങനെയാണെങ്കിൽ ഈ അയ്യാമുൽ അശർ മിൻ ദുൽഹിജ്ജ, അവ്വലു അയ്യാമുൽ അശർ മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്നത് നമ്മൾ കുറച്ചൊരു ഗൗരവത്തോടെ എടുക്കേണ്ടതും പ്ലാൻ ചെയ്യേണ്ടതുമാണ്. നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഒരുപാട് ദുൽഹിജ്ജകൾ നമുക്ക് കടന്നുപോയിട്ടുണ്ട്. ഹാജിമാർ ഹജ്ജിന് വേണ്ടിയുള്ള യാത്രകൾ ഏകദേശം അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ലോകത്തെ വിവിധ ദിക്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ നിലവിൽ എത്തിച്ചേർന്നു. ആ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കടന്നുപോയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആയുസ്സിൽ പലവരും അത് കടന്നുപോയിട്ടുണ്ട്. പക്ഷെ ആ ദിവസങ്ങൾക്ക് നമ്മൾ അങ്ങനത്തെ ഒരു പ്രാധാന്യവും മഹത്വവും കൊടുത്തിട്ടുണ്ടായിരുന്നോ? നമ്മളൊക്കെ ഹിഫ്ളുള്ള വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ ആരംഭമാണ്, സൂറത്തുൽ ഫജ്റിന്റെ ആരംഭമാണ് ഞാനിവിടെ ഓതി വെച്ചത്. വൽ ഫജ്ർ വലയാലിൻ അശർ, വൽ ഫജ്ർ പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശർ ആ 10 രാവുകളുമാണ് സത്യം. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് തഫ്സീർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. വല്ലയാലി അൽ അശർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ 10 രാവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മുറാദു ബിഹ അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളാണ്, 10 രാവുകളാണ്. കമാ ഖാലഹു ഇബ്നു അബ്ബാസ് വഇബ്നു സുബൈർ വമുജാഹിദ് വഗൈറു വാഹിദ് മിന സലഫി വൽ ഖലഫ്. മുൻഗാമികളും പിൻഗാമികളും ഒക്കെ ഇബ്നു അബ്ബാസിനെ പോലെ, ഇബ്നു സുബൈറിനെ പോലെ, മുജാഹിദിനെ പോലെ ഉള്ള ധാരാളം ആളുകൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹജ്ജിന്റെ 28-ലും ഈ കാര്യം പറയുന്നുണ്ട്. വദ്കുറുസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അവർ അല്ലാഹുവിനെ സ്മരിക്കട്ടെ. അയ്യാമുൻ മഅലൂമ, അയ്യാമുൻ മഅലൂമ എന്ന് പറയുന്നത് ഈ പറയുന്ന ദിവസങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അയ്യാമുൽ മഅദൂദാത്ത് എന്ന് ഖുർആനിൽ പ്രയോഗമുണ്ട്. അത് അയ്യാമുത്ത് തശ്രീഖാണ്, 11, 12, 13, ദുൽഹിജ്ജയിലെ 11, 12, 13. എന്നാൽ അയ്യാം മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ അയ്യാമുൽ അശർ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അടക്കമുള്ള പണ്ഡിതന്മാര് തഅലീഖായി ഉദ്ധരിച്ച നിലയ്ക്ക് ഇത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അയ്യാമുൽ മഅലൂമാത്ത് എന്ന് പറയുന്നത് അറിയപ്പെട്ട ദിവസങ്ങൾ എന്നത് ഇതാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ 10 ദിവസങ്ങളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഖുർആനിൽ നിന്നുള്ള വചനങ്ങളും അതേപോലെ തന്നെ തഫ്സീർ ഉദ്ധരിച്ചു. ഇസ്ലാമിലൊരു കാര്യത്തിന് പ്രാധാന്യം വേണമെങ്കിൽ അങ്ങനെ വേണം, പ്രമാണങ്ങളിൽ വേണം. ഞാനത് അങ്ങനെ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പറയാനുള്ള കാരണം, ഇങ്ങനെയാണ് എല്ലാം നോക്കേണ്ടത്. ഇസ്രാഇന്റെ ദിനം എന്ന് പറഞ്ഞിട്ട് ഒരു ദിനം വരും, മിഅറാജിന്റെ ദിനം എന്ന് പറഞ്ഞിട്ട് വേറൊരു ദിനം വരും. അതിനൊക്കെ ഇങ്ങനെ തെളിവുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇങ്ങനെ തെളിവുള്ളതാണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കും, നമ്മൾ പ്രയോഗവൽക്കരിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ പറ്റൂല. എടുക്കാനും ചൊല്ലാനും പറയാനുള്ളത് പ്രാമാണികമായി വന്നത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമ്മൾ പരിഗണിച്ചാൽ മതി. ഈ പലപ്പോഴും ഇസ്രാഇന്റെ ദിനത്തിനും മിഅറാജിന്റെ ദിനത്തിനും അവിടെ ഇവിടെയൊക്കെ പ്രാധാന്യം കൊടുക്കുകയും ഇസ്ലാമിൽ ഇല്ലാത്ത പ്രാധാന്യങ്ങൾ നിർദ്ദേശിക്കുകയും പലതിനെ നെഹ്സാക്കുകയൊക്കെ ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ആളുകൾ ഈ പറയുന്ന ഈ 10 ദിവസങ്ങൾ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യാറുള്ളത് എന്ന് വെറുതെ ആലോചിച്ചാൽ മതി. നോക്കൂ നിങ്ങൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ ദിവസങ്ങളെക്കാൾ അള്ളാഹുവിന് അമൽ ഇഷ്ടമുള്ള വേറെ ദിവസങ്ങളില്ല. ഈ ദിവസത്തിന്റെ പ്രാധാന്യം പറയാൻ വേണ്ടി പറയണ റസൂലുള്ളാഹ്, അള്ളാഹുവിന് അമൽ സ്വാലിഹാത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് ഈ 10 ദിവസങ്ങൾ, യാനി അയ്യാമുൽ അശർ, ഈ 10 ദിവസങ്ങൾ. അപ്പോ പ്രവാചകൻ ഇത് പറയണത് കേട്ടപ്പോ സ്വഹാബത്തിന് അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് അത്രയും ബോധ്യം വന്നതുകൊണ്ട് അവർ തിരിച്ചു ചോദിച്ചു, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനും ഈ പുണ്യല്ലേ എന്നാണ് കേട്ടോ. അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദിനും ഈ പുണ്യം ഇല്ലേ? എന്താ ജിഹാദ്? ശത്രുവിനോട് പോയി യുദ്ധം ചെയ്യാണ്. ആ യുദ്ധം ചെയ്യുമ്പോ തിരിച്ചു വരുന്നൊരു ഉറപ്പില്ല. ഈ യുദ്ധത്തോട് കൂടെ ഒരുപക്ഷെ അവസാനിക്കും. മക്കളെയും കുട്ടികളെയും കുടുംബത്തെയൊക്കെ കണ്ട് സലാം പറഞ്ഞാണ് ഇറങ്ങുക. വെറുതെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്.
ബദറിലേക്കും ഉഹദിലേക്കും ഖൈബറിലേക്കും ഖന്തക്കിലേക്കും ഒക്കെ അവർ പുറപ്പെട്ടത്. അത്രയും വലിയ മാനസികാവസ്ഥയോടു കൂടെയാണ്. പ്രവാചകന്റെ ഉത്തരം എന്താകണം? ജിഹാദിന്റെ അത്രയൊന്നും കൂലി കിട്ടൂല എന്നാകണം. പക്ഷേ വരാനിരിക്കണേ 27 ഞാൻ പറഞ്ഞല്ലോ, മാസം കണ്ടാൽ അറിയാം എന്നാണ് ഒന്ന്. ചിലപ്പോൾ 29 ക്ലോസ് ആകും, അല്ലെങ്കിൽ 30 പൂർത്തീകരിച്ചിട്ട് അടുത്ത ദിവസം ഒന്നായിട്ട് പരിഗണിക്കും. അപ്പോ മാസപ്പിറവിയൊക്കെ നമ്മൾ അറിയാതെ നോക്കും. റമളാൻ മാസത്തിൽ മാത്രമാണ് കാര്യമായിട്ട് മാസപ്പിറവി എല്ലാവരും ശ്രദ്ധിക്കല്, അല്ലെ? ഇസ്ലാമിൽ എല്ലാ മാസവും മാസം നോക്കണം. അത് നോക്കാൻ സംവിധാനം ഉണ്ട്. നമ്മളെ കൂട്ടായ്മക്കൊക്കെ ഹിലാൽ വിങ് തന്നെ ഉണ്ട്. അവർക്ക് പ്രത്യേക പരിശീലനമുണ്ട്. ഇനി അതിന്റെ അധുനാധുനിക സംവിധാനങ്ങൾ നമ്മുടെ പുതിയ ആസ്ഥാനം വരുമ്പോൾ അവിടെ കൊണ്ടുവരും. കേരളത്തിൽ ആദ്യമായി അതിന്റെ ഏറ്റവും അധുനാധുനികമായ സംവിധാനം കൊണ്ടുവരും ചെയ്യും. കാരണം നമുക്കത് ഇബാദത്താണ്. ആരെങ്കിലും പറഞ്ഞും എടുക്കാൻ പറ്റൂല. വിശ്വസ്തരായ ആളുകൾ നേരിട്ട് കണ്ട കാഴ്ചന്റെ അടിസ്ഥാനത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രശ്നമല്ല. ഇതൊക്കെ പറയുമ്പോൾ പല ജാതി കളിയാക്കലുകളും പരിഹാസങ്ങളും വിമർശനങ്ങളും കുത്തിപ്പറയലുകളും ഒക്കെ ഉണ്ടാകും. അത് ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിക വഅഗ്നാബ വകവായിബ തറാബ സൂറത്തു എന്താ പറയാ നബഇന്റെ അവസാനത്തിലുണ്ടല്ലോ, പടച്ചോനെ ശരിക്ക് സൂക്ഷിച്ച് ജീവിച്ചവർക്ക് ഒരു കുത്തിപ്പറച്ചിലും ആക്ഷേപം ഒന്നുമില്ലാത്ത പരിശുദ്ധ സ്വർഗം വരാനുണ്ട് എന്നാണ്. അതുകൊണ്ട് ഈ ദീന് പറഞ്ഞതിന്റെയും ഇത് പാലിച്ചതിന്റെയും പേരിൽ കണ്ണുരുട്ടലുകളോ ആക്ഷേപങ്ങളോ കുടുംബത്തിലെ ബഹിഷ്കരണങ്ങളോ നാട്ടിൽ ആദരിക്കപ്പെട്ടിടത്ത് നിന്ന് താഴെ ഇറക്കുന്നതോ കച്ചവടം പൂട്ടുന്നതോ കല്യാണം മുടങ്ങുന്നതോ ഒന്നും വിഷയമല്ല. കാരണം ഈ പറഞ്ഞ പ്രശ്നമൊക്കെ കണ്ണടക്കണത് വരെയുള്ളൂ. കണ്ണടച്ച ഹലാസ്, പിന്നെ കാണുന്ന കാഴ്ച വേറെയാണ്. സ്വർഗത്തിന്റെ കാഴ്ച കണ്ട് ഉറങ്ങണമെങ്കിൽ ചിലതൊക്കെ സഹിക്കണം. സ്വഹാബത്ത് അങ്ങനെ സഹിച്ചിട്ടുണ്ട്. എന്തായാലും സ്വഹാബത്ത് സഹിച്ചത്രേ സഹിക്കേണ്ട സാഹചര്യം നമുക്കാർക്കും ഇല്ലല്ലോ. അള്ളാഹു നമുക്ക് ഈമാനിനെ തെരുമാറാകട്ടെ. ശരിക്കും കേട്ടോളി, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസത്തിന്റെ പ്രാധാന്യം പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞത്? നബി അങ്ങനെ പറഞ്ഞു വെച്ചു. ഈ 10 ദിവസം എടുക്കുന്ന പുണ്യങ്ങളോളം പുണ്യം കിട്ടുന്ന വേറൊരു ദിവസമല്ല. അഹബ്ബുൽ അമാൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഹബ് അഫ്ളൽ വേറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രേഷ്ഠമായ ദിവസം വേറുണ്ട്. ഇത് അഹബാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം കേട്ടോ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം. അപ്പൊ സ്വഹാബി ചോദിക്കുകയാണ്, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദിനും ആ പ്രാധാന്യമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണ് ഈ ദിവസത്തെ അമല്. ഏത്? ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസത്തെ അമല് എന്താണ്? അത് ജിഹാദിനേക്കാളും. മഹാഘോര യുദ്ധങ്ങളിൽ പോയി ഇസ്ലാമിനെ പ്രതിരോധിച്ച പ്രവാചകനെ പ്രതിരോധിച്ച സ്വഹാബത്തിന്റെ മുന്നിലാണ് ഈ പറയുന്നത്. ഇതിലെ ഉഹദിൽ പങ്കെടുത്ത ആളുകളുണ്ട്, അല്ലെ? അസ്ത്രങ്ങൾ തുരുതുരാ പ്രവാചകനെ ലക്ഷ്യം വെച്ച് വന്നപ്പോ അവര് വട്ടം നിന്നു. പ്രവാചകനെ ചുറ്റി നിന്നു. എന്നിട്ട് ഓരോ അസ്ത്രങ്ങളും നെഞ്ചകത്തേക്ക് ഏറ്റുവാങ്ങി. അനസ് ബിൻ നദീർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ പറയുന്നുണ്ട്, എന്റെ ഇക്കാക്കാനെ തിരിച്ചറിഞ്ഞില്ല. നോക്കി അവസാനം അസ്ത്രങ്ങൾ ഇങ്ങനെ മുഖത്തും ശരീരത്തിലും അവയവങ്ങളിലും ഇങ്ങനെ തുരുതുരാ തറച്ചിട്ട് മറിഞ്ഞു വീണപ്പോ അമ്പുകൾക്ക് മുകളിൽ അമ്പിനെ മെത്തയാക്കി അദ്ദേഹം കടന്നു. മണ്ണിൽ ശരീരം തട്ടാത്ത വിധം അസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം ഇക്കാക്കാനെ തിരിച്ചറിഞ്ഞത് വിരലിന്റെ അറ്റത്ത് ഇക്കാക്കൊരു പാടുണ്ടായിരുന്നു. അത് നോക്കിയിട്ടാണ് ഞാൻ ആ മയ്യത്തിനെ തിരിച്ചറിഞ്ഞത്. ഇതെന്റെ ഇക്കാക്കയാണ് നബിയെ എന്ന് പറഞ്ഞത് എന്നാണ്. പതർച്ചയില്ലാതെ, തൊണ്ടയർ ഇടറാതെ, നഷ്ടദുഃഖങ്ങളില്ലാതെ അവർക്ക് പറയാൻ പറ്റിയത് ഇതിന് സ്വർഗമുണ്ടെന്ന ഉത്തമ ബോധ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന്മാരിയ്ക്കുന്ന സദസ്സിലാണ് പ്രവാചകത് പറയണത്. കാലില് വെച്ചുത്തിട്ട് നഖൊന്ന് ഇളകിയതിന് ഒരുപാട് ദിവസം ജമാഅത്ത് നഷ്ടപ്പെട്ട് മാറിയിരുന്ന അനുഭവം ഉണ്ടാകും. അങ്ങനെ വേദന ഉണ്ടെങ്കിൽ മാറിയിരിക്കണതിന് പ്രശ്നമൊന്നുമില്ല. ഞാനത് തെറ്റാണെന്നല്ല പറയണത്, അല്ലേ? ദീനീ കാര്യങ്ങൾക്ക് ചെറിയ റിസ്കിന് പോലും പറ്റാത്ത ആൾക്കാർ ഇന്നിപ്പോ ശനിയാഴ്ച, നാളെ ശനിയാഴ്ച പരിപാടിയാണ്, ഇനിയിപ്പോ ശനി കഴിഞ്ഞ് ഞായർ കഴിഞ്ഞപ്പോ തിങ്കളാഴ്ച കഴിഞ്ഞ് ഖുറാൻ ക്ലാസ് വേണോന്ന് ചിന്തിക്കണം. മാനസികാവസ്ഥ ഒന്നാലോചിക്കണി. ശനിയാഴ്ച നമുക്ക് പരിപാടിയാണല്ലോ, പെരുന്തറമ്പിൽ വെച്ച് നമ്മളുടെ വലിയൊരു സമ്മേളനം നടക്കുകയാണ്. വിശദാംശം ഞാൻ പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ അവിടെ പോയിരുന്ന് രാത്രി 10 മണിക്ക് എത്തിയതിന്റെ ശേഷം നമ്മളിങ്ങനെ ചിന്തിക്കുക, ഇപ്പൊ തിങ്കളാഴ്ച ഒരു ഖുറാൻ ക്ലാസ് വേണോ? എന്താ റിസ്ക് എടുക്കാൻ വയ്യ? ആ ആൾക്കാരോട് അല്ല റസൂലുള്ളാഹി പറയണ ആരോടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുന്നിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട മനുഷ്യരെ കാണാണ്. എന്താ? യാസറിന്റെ കുടുംബത്തിലെ വാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ കഴുത്ത് കത്തി വെച്ച് നമ്മൾ കോഴിനെ അറക്കണ പോലെ അറുത്തു. യാസർ അത് കണ്ടു പൊട്ടിക്കരഞ്ഞു. നബിക്ക് ഒന്നും ചെയ്യാനില്ല. നബി പോയി അവരെ കായികമായി നേരിട്ടില്ല. കാരണം അത് ഇസ്ലാമിലെ പ്രതിരോധത്തിന്റെ അടിസ്ഥാനത്തെ, ചില ആളുകളുടെ പ്രതിരോധത്തിന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തെയാണ് പൊളിക്കണത്. എന്തേ കണ്ടിട്ട് പ്രവാചകൻ കൈകൊണ്ട് പോയി തടയാതിരുന്നത്? യാസറിന്റെ മാതാപിതാക്കളുടെ കഴുത്തറക്കുന്നത് പ്രവാചകൻ അറിഞ്ഞിട്ട് എന്തേ ആളെയും കൂട്ടി അങ്ങോട്ട് പോകാതിരുന്നത്? അവിടെ അങ്ങനെ ഒരു പ്രതിരോധത്തിന് പോയാൽ ആ പ്രതിരോധം വിജയിക്കില്ല. അതുകൊണ്ട് ആ കാഴ്ചപ്പാട് പ്രവാചകൻ പഠിപ്പിച്ചില്ല. പ്രവാചകൻ പറഞ്ഞു, സബറൻ അല യാസർ ഇന്ന മൗഇദുകും അൽ ജന്ന, നിങ്ങൾ സബറാക്കുക, നിങ്ങൾക്ക് സ്വർഗമുണ്ട്.
നിങ്ങൾക്ക് സ്വർഗമുണ്ട്. എന്നാലോ അങ്ങ് മദീനയിലെത്തിയപ്പോൾ മദീനയെ പ്രതിരോധിക്കാൻ ഒരുങ്ങിയപ്പോഴോ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവാചകനെ പ്രതിരോധത്തിന് നിന്നും ചെയ്തു. നമ്മൾ വളരെ സൂക്ഷ്മമായി പഠിക്കണം, വൈകാരികമായി വിഷയങ്ങളെ എടുക്കരുത്. നമ്മൾ മനസ്സിലാക്കി വെച്ചൊരു കാര്യത്തിന് വിരുദ്ധമായി കേൾക്കുമ്പോൾ നമുക്കൊരു വിമ്മിഷ്ടം തോന്നരുത്. അതുകൊണ്ടാണ് കുറെ ആളുകൾ ഈ പള്ളിക്ക് വരാത്തത്. അവരിപ്പോഴും ജാറത്തങ്ങ പോണത് കേൾക്കുമ്പോൾ വിമ്മിഷ്ടം തോന്നുന്നതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അവർ മനസ്സിലാക്കി വെച്ചതിനോട് വിയോജിപ്പ് തോന്നുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സാവകാശം ഇത് ഇസ്ലാമിലെ അസ്ലാണ്, പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് ആ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്, ആ യാസർ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അതുപോലത്തെ സ്വഹാബിമാർ അവിടെ ഉണ്ട്. ആ സദസ്സിനോടാ പ്രവാചകൻ പറയുന്നത്, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ അമലെടുക്കുമ്പോ ജിഹാദിനെക്കാളും വലിയ കൂലിയുണ്ട്. പക്ഷെ ഒന്ന് നബി പറഞ്ഞു, എന്നാൽ ഒരു തരം ജിഹാദിന് ഈ 10 ദിവസത്തെക്കാളും കൂലി കിട്ടും. ഏതാ? ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി. ഒരാള് ജിഹാദിന് പോയി, അയാളുടെ ശരീരം കൊണ്ടുപോയി, സമ്പത്തും കൊണ്ടുപോയി. ഫലം യർജി മിൻ ദാലിക ബിശൈ. അയാളുടെ ശരീരമായിട്ട് തിരിച്ചു വന്നില്ല, അയാളുടെ മയ്യത്താണ് വന്നത്. അയാളുടെ സമ്പത്ത് ഫുൾ അവിടെ പോയി, അയാൾ തിരിച്ചു വന്നു, പക്ഷേ സമ്പത്ത് കംപ്ലീറ്റ് ജിഹാദിന് അവിടെ കൊടുക്കേണ്ടി വന്നു. ആ വ്യക്തിക്ക് ഇതിലേറെ കൂലി കിട്ടും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദുൽഹിജ്ജ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ദുൽഹിജ്ജ അങ്ങനെ കഴിഞ്ഞു പോകാൻ പറ്റൂല, നമ്മൾ ശ്രദ്ധിക്കണം. ഈ ദുൽഹിജ്ജയിലെ ആ 10 ദിവസങ്ങളെ നമ്മൾ ഗൗരവപൂർവ്വം എടുക്കണം. ഇനി ഇവിടെ ഒന്നുകൂടി സഈദ് ബിൻ ജുബൈർ, ഇത് ഇബ്നു അബ്ബാസ് എന്നുള്ള റിവായത്താണ്. ഇമാം ബുഖാരി, ഇമാം അബൂദാവൂദ്, ഇമാം തിർമിദി, ഇബ്നു മാജ ഇവരൊക്കെ ഉദ്ധരിച്ചതാണ്. ഇനി സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഇബ്നു അബ്ബാസ് എന്ന് ഉദ്ധരിക്കുന്നതിന്റെ മറ്റൊരു വാചകം ഇങ്ങനെയാണ്, മാ മിൻ അമലിൻ അസ്ക ഇൻദല്ലാഹി അസ്സ വജല്ല. നേരത്തെ പറഞ്ഞത് അഹബ്ബ എന്നാണ്. മാ മിൻ അമലിൻ അസ്ക ഇൻദല്ലാഹി അസ്സ വജല്ല, എന്താ? അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും പരിശുദ്ധമായത്, വലാ അഅ്ളമ അജ്റൻ, കൂലി ഏറ്റവും കൂടുതൽ കിട്ടുന്നതും, മിൻ ഖൈരിൻ യഅമലു ഫി അശ്റിൽ അദ്ഹ, എന്താ? ഈ പറയുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന ആ 10 ദിവസങ്ങളിലെ അമലുകൾക്ക് അത്രയും പുണ്യമുണ്ട്. അപ്പൊ ചോദിച്ചു, വലൽ ജിഹാദു ഫി സബീലില്ലാഹ് എന്ന് വീണ്ടും ചോദിച്ചു. അതെ, ജിഹാദിനേക്കാൾ അത് മഹത്തരമാണെന്ന് പ്രവാചകൻ പറഞ്ഞു. യുദ്ധത്തിന് പോയി മരണപ്പെട്ട, സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിക്ക് അതിലേറെ കൂലി കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് ഇമാം ദാരിമി ഉദ്ധരിച്ച റിവായത്തിൽ കാണാം. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇമാം മഹാനായ എന്താ പറയാ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിലൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ഇദാ കാനൽ അമലു ഫീഹാ മുസ്തഗ്രിഖൻ ലി അയ്യാമിൽ അശർ. ദുൽഹിജ്ജയിലെ ആ 10 ദിവസം പൂർണ്ണമായി ഇബാദത്തുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഫയഫ്ളലു അലാ ജിഹാദിൻ ഫി അദദി തിൽക്കൽ അയ്യാമിൻ ഗൈറിൽ അശർ, എന്താ? മറ്റുള്ള അത്രത്തോളം ദിവസങ്ങൾ മറ്റു സമയങ്ങളിൽ ചെയ്യുന്ന ജിഹാദിനേക്കാൾ അത് ശ്രേഷ്ഠകരമായിരിക്കും. വഇൻ കാനൽ അമലു മുസ്തഗ്രിഖൻ ലി ബഅദി അയ്യാമിൽ അശർ. ഈ 10 ദിവസമല്ല, അതിലെ ചില ദിവസങ്ങൾ മാത്രമാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ ആ ദിവസങ്ങൾ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കും. അപ്പൊ എന്താണ്? 10 ദിവസവും ചെയ്താലേ കൂലി തരൂ എന്ന് പടച്ചോൻ പറയണില്ല. അടിമകളോടുള്ള പടച്ചോന്റെ വിട്ടുവീഴ്ച നോക്ക് നിങ്ങൾ. മതം ഭയങ്കര കുടിസാണ്, അത് കുറെ നിയന്ത്രണങ്ങളാണ് എന്നൊക്കെ എന്ത് ചെയ്യുന്നവരോ ലിബറലുകൾ ഓരോ ചർച്ചയിൽ ഇങ്ങനെ പറയും. ഏതാ? ഫുഡ് സെർച്ച് ചെയ്യണ ഒരു സഹോദരി ഫുഡ് എന്തോ ഒരു സാധനം കണ്ടു, എന്തോ ഒരു പ്രത്യേക ഫുഡ് കണ്ടു. അപ്പൊ ആ ഫുഡ് സെർച്ച് ചെയ്യണതിന്റെ ഇടയിൽ ആ ഫുഡ് സെർച്ച് ചെയ്യുന്ന ആളിങ്ങനെ പറയും, എന്താ ചെയ്യാ, നമ്മൾ പരമാവധി ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുക, ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് പരമാവധി അടിച്ചു പൊളിക്കണം. മനസ്സിലായില്ലേ? ബിരിയാണി ഉണ്ടാക്കണം, അതിന്റെ ഇടയിൽ കൂടെ ഈമാൻ തകർക്കുന്ന ഒരു ഡയലോഗാ തന്നത്. അടുത്തത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതോ ഒരു ഫിലിം സ്റ്റാർ, അയാളൊരു പ്രേമനൈരാശ്യം ബാധിച്ച സീനിൽ അയാളോട് വേറൊരാൾ പറഞ്ഞു എന്ന് വിചാരിക്കുക, അത് സ്റ്റാറ്റസ് ആയിട്ട് ഏതോരത്തിന്റെ സ്റ്റാറ്റസിൽ കണ്ടിരുന്നു. എന്താ? എടോ, ജീവിതം ഒന്നേ ഉള്ളൂ, ഒരു പെണ്ണിന് വേണ്ടി ഇങ്ങനെ കരഞ്ഞു തീർക്കരുത്, പെണ്ണ് വേറെയും വരും. അപ്പൊ എന്താ? ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് അവിടെയും പറഞ്ഞു അല്ലേ? ഇങ്ങനെ പലയിടത്തും ഇതിങ്ങനെ കേൾക്കുമ്പോ പതിയെ നമ്മളെ കുട്ടികൾ ഈ മക്കളൊക്കെ തലച്ചോറിനുള്ളിൽ ഇങ്ങനെ കയറും, ജീവിതം ഒന്നേ ഉള്ളൂ, ജീവിതം ഒന്നേ ഉള്ളൂ. അല്ലല്ലോ, മരണത്തിന് ശേഷം ജീവിതമല്ലേ എന്ന് പറയുന്നത് പോലെ. കാരണം ഒന്നാണെന്ത്? മതം ഭയങ്കര കുടിസാണ്, ഭയങ്കര നിയന്ത്രണമാണ്, ഇവർ ഭയങ്കര ടൈറ്റാണ്, ഇവർക്കൊന്നിനും വിട്ടുവീഴ്ചല്ല. ശരിക്കും മതം വളരെ ഉസ്റാണ്, എളുപ്പമാണ്. കാര്യം എന്താ? മതത്തിലൊരു വ്യക്തിക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റിയ ഇബാദത്ത് അങ്ങനെ ചെയ്യേണ്ടത്. ഇസ്ലാം പഠിപ്പിച്ച കോലം മാറ്റാന്നല്ല, അല്ലെങ്കിൽ ദിക്ർ മാറ്റാന്നല്ല. ഒരു വ്യക്തിക്ക് നിന്നാണ് നിസ്കരിക്കേണ്ടത്, നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ ഇരുന്ന് നിസ്കരിക്കണം. ഒരാൾക്ക് നിന്ന് തുടങ്ങാൻ പറ്റും, അയാൾ നിന്ന് തുടങ്ങൽ നിർബന്ധം, എന്നിട്ട് ഇരിക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ആരംഭത്തിലൊന്ന് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്ന് തുടങ്ങണം, അത് നിർബന്ധം. എന്നാൽ ഒരാൾക്ക് ഇരുന്നേ പറ്റൂ, അയാൾക്ക് ഇരുന്നാൽ മതി. ഒരാൾക്ക് കടന്നേ പറ്റൂ, അയാൾ കടന്നാൽ മതി. ഒരാൾക്ക് മനസ്സിലേ നിസ്കരിക്കാൻ കഴിയുള്ളൂ, അയാൾ മനസ്സിൽ നിസ്കരിച്ചാൽ മതി. ഒരാൾക്ക് യാത്രയാണ്, നോമ്പെടുക്കേണ്ട, പിന്നെ വീട്ടിയാൽ മതി. ഇസ്ലാം ശരിക്ക് വളരെ വിശാല. മാത്രമല്ല ഇസ്ലാമിൽ വിലക്കിയത് എന്താ? കുടിക്കണ സാധനങ്ങളിൽ ആകെ വിലക്കിയത് കള്ള്, ഹലാൽ അല്ലാത്തത്, ത്വയ്യിബ് അല്ലാത്തത്. മനസ്സിലായില്ലേ? ബാക്കി എല്ലാ ജ്യൂസും കുടിക്കുക, 1000 ജ്യൂസ് ഉണ്ട്, ഒക്കെ കുടിക്കുക, ഒരു പ്രശ്നമല്ല. നന്നാരി തൊട്ട് അങ്ങോട്ട് ഏതും കുടിക്കുക, ശരീരത്തിന് ദോഷം ഉണ്ടാക്കാത്തതായാൽ മതി. ഇസ്ലാമിൽ കഴിക്കരുതേ എന്ന് പറഞ്ഞ മാംസം പന്നിമാംസം അല്ലേ, പിന്നെ നഖോ, ഇതൊക്കെ ഉള്ള ജാതി ജീവികളുടെ സംഗതികൾ. അല്ലാത്തൊക്കെ ഏതും കഴിക്കാം, നമുക്ക് ഏത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിക്കാം, ഒരു പ്രശ്നമല്ല അല്ലേ, ഒക്കെ കഴിക്കാം. അപ്പോ പാടില്ല എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക്കാ. അത് പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? അത് പാടുണ്ട്, അത് മനുഷ്യന് ഗുണകരമാണ് എന്ന് ഒരു സയൻസും ഇന്നേ വരെ തെളിയിച്ചിട്ടില്ല. മനുഷ്യൻ ഏതുവരെ എത്തി?
ലോകരാജ്യങ്ങളുടെ സമ്പാദ്യം ഏറ്റവും കൂടുതൽ പോയിരുന്നത് എന്തും വേണം, ഒരു ഉപഗ്രഹം വിക്ഷേപിക്കണം, ഉപഗ്രഹം ഒരു മിസൈലിൽ ഒരു റോക്കറ്റിൽ ഘടിപ്പിക്കും. ആ റോക്കറ്റ് അത് എത്തേണ്ട ദൂരം എത്തുമ്പോൾ അത് പൊട്ടിത്തീരും, അപ്പൊ അത് അവിടെ കറക്കം തുടങ്ങും. അങ്ങനെയായിരുന്നു മെക്കാനിസം. എങ്ങാനും അത് പാളിയാലോ കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യന്മാരുടെയും പട്ടിണി തീർക്കാൻ പറ്റുന്ന അത്ര സംഖ്യ ആകാശത്ത് പൊട്ടിത്തെറിക്കും. എന്നാൽ സയൻസ് തിരുത്തി. എലോൺ മസ്കിനെ പോലത്തെ ആളുകൾ പുതിയ ഗവേഷണങ്ങളിലൂടെ കാര്യങ്ങൾ കണ്ടെത്തി. എന്താ കണ്ടെത്തി? അവിടെ വിട്ടിട്ട് ആ റോക്കറ്റ് തിരിച്ചു വരും. ഇനി അടുത്ത തവണ ഈ റോക്കറ്റിൽ തന്നെ പറഞ്ഞേക്കാം. അത്ര വലിയ ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടും ഇസ്ലാം ഹറാമാണെന്ന് പറഞ്ഞൊരു കാര്യം, അതുകൊണ്ട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് വളരെ സയന്റിഫിക് ആയ എന്തെങ്കിലും ഒരു പേപ്പർ ലോകത്തെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരാൾക്കും പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടോൻ തന്നെയാടാ, എനിക്കൊരു ബേജാറില്ലടാ. ഏതെങ്കിലും ആളുകൾ മുസ്ലിങ്ങൾ ഭരണത്തിൽ വന്നാൽ പ്രശ്നം, മുസ്ലിങ്ങൾക്ക് 5ാം മന്ത്രി കിട്ടിയ പ്രശ്നം, മുസ്ലിങ്ങൾക്ക് അധികാരം കിട്ടിയ പ്രശ്നം, മുസ്ലിങ്ങൾ അധികാരത്തിൽ പങ്കാളിത്തം വഹിച്ചാൽ പ്രശ്നം എന്ന് ഏതെങ്കിലും ആൾ പറയുമ്പോഴേക്ക് അങ്ങനെ പഞ്ചപുച്ഛമടക്കി വാലും മടക്കി കുനിഞ്ഞു നിന്ന് കൊടുക്കാൻ റെഡിയല്ലടാ എന്ന് 1000 വട്ടം ആവർത്തിച്ച് പറയാൻ പറ്റും. ഒരു വിഷയമല്ല. അത്ര അഭിമാനത്തോടെ ഇസ്ലാമിനെ നെഞ്ചിലേറ്റാൻ പറ്റുന്ന ആശയത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇസ്ലാം അത്രയും ലളിത. അതുകൊണ്ട് 10 ദിവസത്തേക്ക് ചെയ്താൽ മാത്രം ഇത് കിട്ടൂ എന്ന് പറയണില്ല. അതിന്റെ അർത്ഥം നമ്മൾ 10 ദിവസത്തിലെ കുറെ ദിവസം നഷ്ടപ്പെടുത്തണം എന്നല്ല, മറിച്ച് അത്രയും പുണ്യങ്ങളുടെ സാധ്യതയുള്ള ദിവസങ്ങളാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക. അബൂ ഉസ്മാൻ അൻ-നഹ്ദി റഹിമഹുല്ലാ അദ്ദേഹം പറയാ, കാനു യുഅല്ലിമൂന 3 അശറാത്ത്, 3 പത്തുകളെ സലഫുകൾ ബഹുമാനിച്ചിരുന്നു. ശരിക്കും കേൾക്കുക, 3 പത്തുകളെ. ഒന്നേതാ? അൽ അശർ അൽ ഉവൽ മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10കൾ, അത് അവർ ബഹുമാനിച്ചിരുന്നു. പിന്നെ വൽ അശർ അൽ അവാഖിർ മിൻ റമളാന, റമളാനിലെ അവസാനത്തെ 10. വൽ അശർ അൽ ഉവൽ മിൻ മുഹറം, മുഹറമിലെ ആദ്യത്തെ 10. മനസ്സിലായില്ലേ? മുഹറമിന്റെ ആദ്യത്തെ 10ലെ പകലിനാണ് ഭയങ്കര പ്രാധാന്യം. റമളാനിലെ അവസാനത്തെ 10ന്റെ രാവിനാണ് ഭയങ്കര പ്രാധാന്യം. ദുൽഹിജ്ജയുടെ രാവിനും പകലിനും പ്രാധാന്യമുണ്ട്. രാവിന്റെ പ്രാധാന്യം ഒന്നുകൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാരെന്താ പറഞ്ഞെന്നറിയോ? സലഫുകൾ എന്താ ലാ തുത്ഫിഉ സുറൂജക്കും ലയാലിൽ അശർ, അവസാനത്തെ 10ല് നിങ്ങളുടെ വിളക്കൊന്നും കൊടുത്തല്ലീന്നാ, ലൈറ്റ് ഒന്നും ഓഫാക്കല്ലീ, ലൈറ്റ് ഇട്ട് ആരാധനയിൽ കഴിയൂന്നാണ്. ലൈറ്റ് ഇട്ട് നിങ്ങൾ ആരാധനയിൽ കഴിയൂന്നാ അവര് പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മീയ ജീവിതത്തിൽ അവന് ബൂസ്റ്റിംഗ് കൊടുക്കുന്ന ദിവസങ്ങളാണ് ഈ 10 ദിവസം. നമുക്കുള്ളൊരു ട്രെയിനിങ്ങും കൂടിയാണ്. റമളാനൊക്കെ കഴിഞ്ഞ് ആ റമളാനിൽ നമ്മളായി ഉണ്ടാക്കിയിരുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. നമ്മളുടെ ചില ചിട്ടകൾ ഉണ്ടാവും, ഖിറാഅത്ത്, സുന്നത്ത് നിസ്കാരം, അങ്ങനെ കുറെ ചിട്ടകൾ കുറെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതൊന്ന് റീബൂസ്റ്റ് ചെയ്യാനും ജീവിതം ഒന്ന് ക്രമീകരിക്കാനും ഒന്ന് അടുക്കി പൊറുക്കി വെക്കാനുള്ള സമയം കൂടിയാണ് ഇതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹിനെ കുറിച്ച് പറയാ, ഇദാ ദഖല അയ്യാമുൽ അശർ, ഈ പറയുന്ന ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10ലേക്ക് അദ്ദേഹം പ്രവേശിച്ചാൽ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദൻ, അദ്ദേഹം കഠിനമായി പ്രയത്നിക്കും. ഹത്താ മാ യഖദു യഖ്ദിറു അലൈഹി, അദ്ദേഹത്തിന് സാധിക്കാത്തത്ര അദ്ദേഹം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പരമാവധി ചെയ്യുന്നതാണ്, സാധിക്കുന്നതിന്റെ പരമാവധി അദ്ദേഹം ചെയ്യുമായിരുന്നു എന്നാണ്. ഇനി ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാ, ഈ ലാ തുത്ഫിഉ സുറൂജക്കും ലയാലി അൽ അശർ, നിങ്ങൾ അവസാനത്തെ ദുൽഹിജ്ജയിലെ ഈ 10കളിൽ നിങ്ങൾ വിളക്ക് കെടുത്താതെ ആരാധനകളിൽ മുഴുകണമെന്ന് പറഞ്ഞല്ലോ. അതെന്തുകൊണ്ടാ? ലികസറത്തി സ്വലാത്തിഹി വഇബാദത്തിഹി ഫീ ലയാലിഹ, അതിന്റെ രാത്രികളിൽ അവര് അത്രയും ഇബാദത്ത് എടുത്തിരുന്നു, അതുകൊണ്ടാണ് ആ കാര്യം ഉണ്ടായത് എന്നാണ്. ഹാഫിൾ ഇബ്നു റജബ് റഹിമഹുല്ലയുടെ മറ്റൊരു വചനം നമുക്ക് കാണാൻ പറ്റും. എന്താ? ലമാ കാന അല്ലാഹു സുബ്ഹാനഹു ഖദ് വലഅ ഫീ നുഫൂസിൽ മുഅ്മിനീന ഹനീനൻ ഇലാ മുശാഹദത്തി ബൈതിഹിൽ ഹറാം. ശ്രദ്ധിച്ചു കേൾക്കുക കേട്ടോ, അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ലമാ കാന അല്ലാഹു സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് വലഅ ഫീ നുഫൂസിൽ മുഅ്മിനീൻ, യഥാർത്ഥ വിശ്വാസികളുടെ ഒക്കെ ഉള്ളിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. എന്താണ്? ഹനീനൻ ഇലാ മുശാഹദത്തി ബൈതിഹിൽ ഹറാം, കഅബാലയം കാണണം എന്നുള്ളൊരു കൊതി, ഒരാഗ്രഹം, ഒരു പൂതി എല്ലാവരും ഉള്ളിലുണ്ടാകും. വലൈസ കുല്ലു അഹദിൻ ഖാദിറൻ ലാ മുശാഹദത്തിഹി ഫീ കുല്ലി ആം, ഓരോ വർഷം പോയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റൂല. ചില ആളുകൾക്ക് ചിലപ്പോൾ ആയുസ് തന്നെ കാണാൻ പറ്റൂല. ഫറള അലൽ മുസ്തതിഇ അൽ ഹജ്ജ മറത്തൻ വാഹിദതൻ ഫി ഉംരിഹി, എന്താണ്? സാധിക്കുന്ന ആളുകൾക്ക് ഒരു വട്ടം ഉംറ ചെയ്യലും ഹജ്ജ് ചെയ്യലും ഒക്കെ ഫർളാണ്. ഒരു വട്ടം ഹജ്ജ് ചെയ്യലും ഉംറ ചെയ്യലൊക്കെ ഫർളാണ്. അത് ഉള്ള പൈസ മുഴുവൻ 1.5 കോടി പെരപ്പണിമ കണ്ടിട്ട് എനിക്ക് ഹജ്ജിന് പോകാൻ പൈസ ഇല്ലാറുന്ന പരിപാടി അല്ല. ഉള്ള പൈസ മുഴുവൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ട് മറ്റേക്ക്, പിന്നെ അടുത്തത് എടുത്തിട്ട് അടുത്തേക്ക്, അല്ലെ? എന്നിട്ട് അതിലെ നഷ്ടവും കണക്കും പറഞ്ഞിട്ട് ആ കടം പറഞ്ഞിട്ടല്ല. അവനാന്റെ സ്റ്റാറ്റസിന്റെ അപ്പുറത്തുള്ള വണ്ടി വാങ്ങിയിട്ട് പൈസ ഫുള്ള് കൊണ്ടുപോയിട്ട് വണ്ടിമ കൊണ്ടുപോയിട്ടിട്ട് അങ്ങനെ പോകാൻ പൈസ ഇല്ലാത്തതിനെ കുറിച്ച് അല്ല പറഞ്ഞത്. അതൊക്കെ ഓരോരുത്തരും അവനവനോട് ഹിസാബ് ചെയ്യേണ്ടതാണ്. നിനക്ക് ഹിസാബ് വരുന്നതിന്റെ മുമ്പ് നീ സ്വയം ഹിസാബ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, ആ ഗണത്തിൽപ്പെട്ടതാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിർബന്ധാക്കിയിട്ടുണ്ട്. വജഅല മൗസിമൽ അശ്രി മുശ്തരികം ബൈന സായിരീന വൽ ഖാഇദീൻ. കേട്ടോളി, അതെന്താ? ഈ 10 ദിവസങ്ങൾ
വീട്ടിലിരിക്കണോനും അവിടെ ഉള്ളവനും ഒരേപോലെ അള്ളാഹു പ്രാധാന്യം കൊടുത്തു. അവര് ഈ ഇബാദത്തൊക്കെ ആ ഹജ്ജിന്റെ വേളയിൽ, ആ ഹറമിൽ, പരിസരത്ത്, അനുബന്ധങ്ങളിൽ ചെയ്യും. നമ്മളോ നമ്മളെ നാട്ടിലും ചെയ്യും. ഫമൻ ആജസ അനിൽ ഹജ്ജ് ഫി ആമിൻ, ഒരു വർഷം ഒരാൾക്ക് ഹജ്ജിന് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഖദറ ഫിൽ അശ്രി അല അമലിൻ യഅമലുഹു ഫി ബൈതിഹി യകൂനു അഫ്ളല മിനൽ ജിഹാദി അല്ലദി ഹുവ അഫ്ളലു മിനൽ ഹജ്ജ്. എന്താ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യണ ആരാധനകളിൽ 99% ഇവിടെ ചെയ്യാൻ പറ്റും. അവർക്ക് അവിടെ ഹജ്ജിന്റെ മഹത്വം കിട്ടുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ ജിഹാദിനെക്കാൾ മഹത്വം കിട്ടുന്നുണ്ട് എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അവർക്ക് അവിടെ ചെല്ലുമ്പോൾ ഹജ്ജ് മബ്രൂറിന് സ്വർഗ്ഗാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ആ മഹത്വം അവർക്ക് അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇവർക്ക് എന്ത് കിട്ടുന്നു? ജിഹാദിനെക്കാളും വലിയ കൂലി കിട്ടുന്നുണ്ട്. മക്കത്തല്ലാന്നേ ഉള്ളൂ, കൂലി പലപ്പോഴും അതേ അളവിൽ തന്നെ തുല്യമായി ലഭിക്കുന്നുണ്ട്. ഇതിലേറെ വലിയ കാരുണ്യം എങ്ങനെ പടച്ചോൻ ചെയ്യാം? എന്നിട്ട് ഈ പടച്ചവനോട് ഭയങ്കര പ്രശ്നമാണ് ചില ആൾക്കാർക്ക്. മതം ഭയങ്കര ടൈറ്റാണ്, മതം ഭയങ്കര കുടുക്കാണ്, ആകെ നിയന്ത്രണങ്ങളിലിട്ട് കറക്കാണ് എന്നൊക്കെയാണ് പലപ്പോഴും ആളുകൾ വിചാരിച്ചു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാഫിദ് ഇബ്നു ഹജർ റജബുൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം മനോഹരമായ അദ്ദേഹത്തിന്റെ ഒരു കാവ്യത്തിലൂടെ പറയാം, ലയാലിൽ അശ്ർ ഔഖാത്തുൽ ഇജാബ, ആ 10 രാവുകൾ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കുന്ന സമയമാണ്. ഫബാദിർ റഗബതൻ തൽഹഖ് സവാബ, അതുകൊണ്ട് ആഗ്രഹപരിധനായി നീ മുന്നോട്ട് ചെന്ന് ആ പുണ്യങ്ങൾ നേടാൻ ശ്രമിക്കുക എന്നാണ്. മിൻ ഔഖാത്തിൽ ലയാലിൽ അശ്രി ഹഖൻ ഫശമ്മിർ വത്ലുബന്ന ഫീഹൽ ഇനാബ, തീർച്ചയായും ഈ അനുഗ്രഹങ്ങളുടെ രാവ് ആണിത്, അതുകൊണ്ട് സജ്ജനായി ഉണർന്നെഴുന്നേറ്റ് നീ മുന്നോട്ട് പോവുക എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെടുകയാണ്. ഇനി ഒറ്റ പോയിന്റ് കൂടെ നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. അതെന്താ? ഈ ദിവസങ്ങളിൽ ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്താ? ഒന്ന് ഫർള് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്, അല്ലേ? ഇന്നല്ലാഹ തആല ഖാൽ വമാ തഖറബ ഇലയ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ മിമ്മ അഫ്തർതു അലൈഹി, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ഫർള് കൊണ്ട് അല്ലാഹുവിന്റെ അടുത്ത് അടുക്കലാണ്. ഫർളൊക്കെ ഒഴിവാക്കിയിട്ട് എന്താ? ഫർളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു കുറേ സുന്നത്ത് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇഷ്ടംപോലെ സ്വതക്ക കൊടുക്കും. സ്വന്തം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കൂല, ഇഷ്ടംപോലെ സ്വതക്ക കൊടുക്കും. എന്താ ആളുകൾ സമൂഹത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ഫർദായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇട്ടിട്ട് അല്ലാത്തതിലേക്ക് പോകലല്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം വെറും ഫർദിലേക്ക് ചുരുങ്ങണമെന്നല്ല, ഫർള് വ്യക്തത വരുത്തി ചെയ്യുക. നമ്മളെ നിസ്കാരമൊക്കെ ഒന്ന് ഞാൻ എപ്പോഴും പറയലുണ്ട്, അത് ജമാഅത്തായി കൃത്യതപ്പെടുത്തുക. അതിന് ഈ 10 ദിവസങ്ങളെ ഒന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ മറ്റൊന്നാണെന്ത്? സുന്നത്തുകൾ, റവാത്തിബ് സുന്നത്തുകൾ ശ്രദ്ധിക്കുക. എന്താ? മാമിൻ അബ്ദിൻ മുസ്ലിം യുസല്ലി ലില്ലാഹി കുല്ലി യൗമിൻ 12 റക്അതൻ തതവ്വുഅൻ, സുന്നത്തായ 12 റക്അത്തുകൾ, ഗൈറ ഫരീള, ഫർളല്ലാത്ത 12 റക്അത്തുകൾ നിസ്കാരത്തിന് മുമ്പ് ശേഷമുള്ളത് അങ്ങനെ നിർവഹിക്കുന്ന ഒരാൾക്ക് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് വെച്ച് കൊടുക്കും എന്നാണ്. അങ്ങനെ അതുപോലെ സുജൂദിനെ വർദ്ധിപ്പിക്കുക. അഖറബുമായ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്, സുജൂദിലായിരിക്കണം അല്ലാഹുവിലേക്ക് ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. ഫഅക്സിറു ദുആ, അവിടെ നിങ്ങൾ ദുആഇനെ വർദ്ധിപ്പിക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സുജൂദ് വർദ്ധിപ്പിക്കുമ്പോൾ എന്താണ്? ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദതൻ, നീ ഒരു സുജൂദ് ചെയ്യുമ്പോൾ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജതൻ, നിന്റെ പദവി അല്ലാഹു ഉയർത്തിത്തരും, ഒരു പദവി ഉയർത്തിത്തരും. വഹത്ത അൻക ബിഹാ ഖതിഅതൻ, നിന്റെ ഒരു പാപം അല്ലാഹു ചുരുക്കി തരികയും ചെയ്യും.